ഇന്ത്യൻ സൈന്യം ലോകത്തെ സൈനിക ശക്തികളിൽ 4-ാം സ്ഥാനമാണെന്ന് ഗ്ലോബൽ ഫയർ പവർ പറയുന്നു. വർഷാവർഷം ഇന്ത്യ സൈന്യത്തെ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കരസേനയും നാവികസേനയും വ്യോമസേനയും ഇന്ന് വലിയൊരു മാറ്റത്തിന്റെ പാതയിലാണ്. നിരവധി അത്യാധുനിക ആയുധങ്ങളാണ് ഇന്ത്യ സൈന്യത്തിൽ ഉൾപ്പെടുത്തുന്നത്. അതുവഴി ശത്രുക്കൾക്ക് മേൽ തന്ത്രപരമായ മേധാവിത്വം പുലർത്താൻ ഇന്ത്യക്ക് സാധിക്കുന്നു. ഈ കഴിഞ്ഞ വർഷങ്ങൾ 2024-2025 കാലത്ത് ഇന്ത്യ സൈന്യത്തെ നവീകരിക്കാൻ എന്തൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ സൈന്യത്തെ കൂടുതൽ ശക്തമാക്കാനും സുസജ്ജമാക്കാനും ഇന്ത്യ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള നിരവധി കരാറുകൾ നമുക്ക് പരിശോധിച്ചാൽ ഒരുപക്ഷെ നമ്മൾ വിസ്മയിച്ചു പോകും. അത്രമാത്രം വിപുലവും വ്യാപകവുമായ പ്രവർത്തനങ്ങളാണ് സൈന്യത്തെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനുമായി രാജ്യം ചെയ്യുന്നത്. അവയിൽ ചിലത് നമുക്ക് പരിശോധിക്കാം. ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ ഏറ്റെടുക്കൽ. ഇതിന്റെ മൂല്യം 20,506.65 കോടിയാണ്. ഇതിന്റെ പ്രധാന ലക്ഷ്യം മുൻനിര യുദ്ധക്കപ്പലുകളിൽ ഈ മിസൈലുകൾ സ്ഥാപിച്ച് ഇന്ത്യൻ നാവികസേനയുടെ സമുദ്ര ആക്രമണ ശേഷി വർദ്ധിപ്പിക്കുക. അടുത്തത് MiG-29 വിമാനങ്ങൾക്കായി RD-33 എയ്റോ എഞ്ചിനുകൾ ഏറ്റെടുക്കുക. ഇതിന്റെ മൂല്യം 5,249 കോടിയാണ്. പങ്കാളി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. ഇതിന്റെ ലക്ഷ്യം ഇന്ത്യൻ വ്യോമസേനയുടെ MiG-29 ഫ്ലൈറ്റിന്റെ പ്രവർത്തന സജ്ജതയെ മെച്ചപ്പെടുത്തുകയും ചെയ്യുക. അടുത്തത് ക്ലോസ് ഇൻ വെപ്പൺ സിസ്റ്റങ്ങളുടെ വാങ്ങൽ. ഇതിന്റെ മൂല്യം 7,668.2 കോടിയാണ്. പങ്കാളി ലാർസൻ ആൻഡ് ട്യൂബ്രോ. ഉദ്ദേശം താഴ്ന്നു പറക്കുന്ന വ്യോമാക്രമണങ്ങളിൽ നിന്ന് സൈനിക താവളങ്ങളെ സംരക്ഷിക്കണം. അടുത്തത് ഹൈ പവർ റഡാർ സിസ്റ്റങ്ങളുടെ ഏറ്റെടുക്കൽ. ഇതിന്റെ മൂല്യം 5,700 കോടി. ഇതിന്റെ പങ്കാളി ലാർസൻ ആൻഡ് ട്യൂബ്രോ ആണ്. ലക്ഷ്യം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ ഘട്ടം ഘട്ടമായുള്ള റഡാർ സംവിധാനങ്ങൾ നടപ്പിലാക്കുക. അടുത്തത് ഭാവി സജ്ജമായ കോമ്പാക്ട് വെഹിക്കിൾസ്. ഇതിന്റെ ആകെ മൂല്യം വളരെ വലിയ ഒരു മൂല്യമാണ്. 1,44,716 കോടി. ഉദ്ദേശം ഇന്ത്യൻ സൈന്യത്തിലെ T-72 ടാങ്കുകൾ, പഴയ ടാങ്കുകൾ മാറ്റി സ്ഥാപിച്ച് പുതിയവ ഏർപ്പെടുത്തുക. അടുത്തത് വ്യോമ പ്രതിരോധ ഫയർ കൺട്രോൾ റഡാറുകൾ. ഇതിന്റെ ഉദ്ദേശം ശത്രു വിമാനങ്ങൾ, മിസൈലുകൾ, UAVകൾ തുടങ്ങിയ വ്യോമ ഭീഷണികൾ കണ്ടെത്തുന്നതിനും പ്രതിരോധിക്കുന്നതിനും. ഇനി അടുത്തത് ഡോണിയർ 228 വിമാന വാങ്ങൽ. ലക്ഷ്യം ഇന്ത്യൻ വ്യോമസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ഗതാഗത നിരീക്ഷണ സാധ്യതകളെ വർദ്ധിപ്പിക്കുക. മറ്റൊന്നാണ് സുഖോയ് 30 യുദ്ധവിമാനങ്ങൾക്കായി 240 AL-31FB എഞ്ചിൻ സംഭരണം. മൂല്യം 26,000 കോടി. പങ്കാളി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. ഇതിന്റെ ലക്ഷ്യം ഇന്ത്യൻ എയർഫോഴ്സിന്റെ സുഖോയ് 31 ഫ്ലീറ്റിനെ യുദ്ധപ്രവർത്തനങ്ങളിൽ കാര്യക്ഷമമായി ഉൾപ്പെടുത്തുക. നിലവിലുള്ള AL-31FB എഞ്ചിനുകൾ ഉപയോഗിച്ച് നവീകരിക്കുക. ഹാളിന്റെ കോരാപ്പുട്ട് ഫാക്ടറിയിലാണ് ഈ എഞ്ചിനുകൾ നിർമ്മിക്കുക. ഇനി അടുത്തതായി MQ-9B സ്കൈ ആൻഡ് സീ ഗാർഡിയൻ RPAS ഏറ്റെടുക്കൽ. മൂല്യം 4 ബില്യൺ. പങ്കാളി ജനറൽ അറ്റോമിക്സ് USA. ലക്ഷ്യം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നിരീക്ഷണം വർദ്ധിപ്പിക്കുക. അടുത്തതായി ഇന്ത്യയിലെ എയർബസ് C-295 സൈനിക വിമാന നിർമ്മാണം. മൂല്യം 2.5 ബില്യൺ. പങ്കാളി എയർബസും ടാറ്റ ഗ്രൂപ്പും. ദൗത്യം യുദ്ധവിമാനങ്ങളുടെ സ്വകാര്യ നിർമ്മാണത്തിനായി ഒരു ഇന്ത്യൻ സാഹചര്യം സ്ഥാപിക്കുക. മറ്റൊന്ന് ഫൈറ്റർ ജെറ്റ് ഫ്ലീറ്റിന്റെ വിപുലീകരണം. സുഖോയ് 30 ഫൈറ്റർ എയർക്രാഫ്റ്റ് ഏറ്റെടുക്കൽ. വില 13,500 കോടി. പങ്കാളി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. ലക്ഷ്യം 12 സുഖോയ് MK ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് ഇന്ത്യൻ എയർഫോഴ്സിന്റെ വ്യോമ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക. മറ്റൊന്ന് വികസിപ്പിച്ച പീരങ്കി ശേഷി. കൂടുതൽ K9 വജ്ര-T ഹോവിസ്റ്ററുകളുടെ സംഭരണം. ലക്ഷ്യം 9,600 കോടി. ലക്ഷ്യം നവീകരിച്ച സെൽഫ് പ്രൊപ്പല്ലന്റ് തോക്കുകൾ വഴി ഇന്ത്യൻ സൈന്യത്തിൽ മൊബൈൽ തോക്കുകൾ സംയോജിപ്പിക്കുക. മറ്റൊരു കാര്യമാണ് പിനാക റോക്കറ്റ് സിസ്റ്റം ഏറ്റെടുക്കൽ. ഇതിന്റെ മൂല്യം 10,000 കോടിയാണ്. പങ്കാളികളിൽ എക്കണോമിക് എക്സ്പ്ലോസീവ്സ് ലിമിറ്റഡ്, മ്യൂണിഷൻസ് ഇന്ത്യ ലിമിറ്റഡ് എന്നിവ ഉൾപ്പെടുന്നു. ലക്ഷ്യം അത്യാധുനിക റോക്കറ്റ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇന്ത്യൻ സൈന്യത്തിന്റെ ദീർഘദൂര കൃത്യതയുള്ള സ്ട്രൈക്ക് ശേഷി വർദ്ധിപ്പിക്കുക. മറ്റൊന്ന് ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകളുടെ സംഭരണം. പ്രജന്റ് പോലുള്ള ഹെലികോപ്റ്ററുകളുടെ മൂല്യം 62,700 കോടി.
പങ്കാളി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. ലക്ഷ്യം പ്രാദേശികമായി നിർമ്മിച്ച ആക്രമണ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് വ്യോമസേനയും സൈന്യത്തെ നവീകരിക്കുക. അടുത്തത് കവചിത സേനകളുടെ വികസനം. നൂതന ടാങ്ക് എഞ്ചിനുകൾ വാങ്ങൽ. മൂല്യം 248 ദശലക്ഷം. പങ്കാളി റോസോബൊറോണക്സ് പോർട്ട്, റഷ്യ. ലക്ഷ്യം ഇന്ത്യൻ സൈന്യത്തിന്റെ T-72, T-90 പ്രധാന യുദ്ധ ടാങ്കുകൾക്കുള്ള എഞ്ചിൻ നവീകരണം. അടുത്തത് തദ്ദേശീയമായ ഫയർ പവർ ഉപയോഗിച്ച് ആർട്ടിലറി ശേഷികളെ വികസിപ്പിക്കുക. അഡ്വാൻസ്ഡ് ടോർഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം. മൂല്യം 6,900 കോടി. പങ്കാളി ഭാരത് ഫോർജ് ലിമിറ്റഡ്. ഉദ്ദേശം യുദ്ധങ്ങളിൽ കൂടുതൽ ഫലപ്രദമായി സേവിക്കുന്നതിന് പുതിയവും പ്രാദേശികവുമായി നിർമ്മിച്ച ടോർഡ് ആർട്ടിലറി തോക്കുകൾ ഉപയോഗിച്ച് ഇന്ത്യൻ സൈന്യത്തെ സജ്ജമാക്കുക. അടുത്തത് അന്തർവാഹിനി വിരുദ്ധ യുദ്ധത്തിലെ കാര്യങ്ങളാണ്. വരുണാസ്ത്ര ഹെവി വെയ്റ്റ് ടോർപിഡോകൾ വാങ്ങൽ. മൂല്യം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഇതിന്റെ പങ്കാളി ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്. ലക്ഷ്യം ഇന്ത്യയിൽ നിർമ്മിച്ച ഹെവി വെയ്റ്റ് ടോർപിഡോകൾ ഉപയോഗിച്ച് അന്തർവാഹിനികളെ ആക്രമിക്കാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ കഴിവ് വർദ്ധിപ്പിക്കുക. അടുത്തത് നാഗ് മിസൈൽ സിസ്റ്റം. ഇത് ഉപയോഗിച്ച് ടാങ്ക് വിരുദ്ധ യുദ്ധം നടത്താനുള്ള സേനയുടെ കഴിവ് വളരെ മെച്ചപ്പെട്ടതാക്കുന്നു. മൂല്യം 1,801 കോടി. സംയുക്ത സംരംഭമാണ്. ലക്ഷ്യം ഇന്ത്യൻ സൈന്യത്തിന്റെ യന്ത്രവൽകൃത കാൽപ്പടയ്ക്ക് തദ്ദേശീയവും അത്യാധുനികവുമായ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ സംവിധാനങ്ങൾ നൽകുക. അടുത്തതായി 5,000 ലൈറ്റ് സ്പെഷ്യലിസ്റ്റ് വാഹനങ്ങൾ വാങ്ങുന്ന പ്രാദേശിക ലൈറ്റ് വാഹനങ്ങളിലൂടെ മൊബിലിറ്റി മെച്ചപ്പെടുത്തുക. മൂല്യം 2,500 കോടി. പങ്കാളി ഫോഴ്സ് മോട്ടോഴ്സ് ലിമിറ്റഡ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും. ലക്ഷ്യം വിവിധ ഭൂപ്രദേശങ്ങളിലൂടെ സൈന്യത്തിന്റെ ചലനശേഷിയും ഗതാഗതവും വർദ്ധിപ്പിക്കുന്നതിന് അത്യാധുനികവും പ്രാദേശികവുമായി നിർമ്മിച്ച ലൈറ്റ് വാഹനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യൻ സൈന്യത്തെ സജ്ജമാക്കുക. ഉപസംഹാരം. 2024-25 സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ പ്രതിരോധ ഏറ്റെടുക്കലുകൾ വിദേശത്തു നിന്നുള്ള വാങ്ങലിന്റെയും തദ്ദേശീയ വികസനത്തിന്റെയും സന്തുലിതമായ ഒന്നാണ്. സാങ്കേതികവിദ്യ നവീകരണത്തിലേക്കും സ്വാശ്രയത്തിലേക്കുമുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പാണിത്. ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വർദ്ധിച്ചു വരുന്ന ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ ഈ ഏറ്റെടുക്കലുകൾ ഇന്ത്യയുടെ സൈന്യത്തെ സാങ്കേതികമായി സജ്ജവും യുദ്ധസജ്ജവുമാക്കുന്നു. അതേസമയം മേക്ക് ഇൻ ഇന്ത്യയെയും സാങ്കേതികവിദ്യ കൈമാറ്റത്തെയും ആശ്രയിക്കുന്നത് ഇന്ത്യയെ ആഗോള പ്രതിരോധ നിർമ്മാണ കേന്ദ്രമായും കയറ്റുമതിക്കാരായും മാറ്റാനുള്ള ഗൗരവമായ ഉദ്ദേശത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്.